വളരെ പ്രധാനപ്പെട്ട പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം ഇന്ന് വിളിച്ചിട്ടുള്ളത്. ശേഖർ ഫൗണ്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും വിവിധ തലങ്ങളിലുള്ള പ്രഗത്ഭമതികൾക്ക് പുരസ്കാരം നൽകുന്ന നിലപാട് കുറേ വർഷമായിട്ട് തുടരുകയാണ്. 19ാമത്തെ പുരസ്കാരമാണ് 2024 NC ശേഖർ ഫൗണ്ടേഷൻ നൽകുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ ഒരാളായിരുന്നു സഖാവ് NC ശേഖർ. 1937 കോഴിക്കോട് ഇന്നത്തെ പോലെയൊന്നും വളരാത്ത ആ പട്ടണത്തിൽ ഒരു പച്ചക്കറി പീടികയുടെ മേലെ 5 പേർ പങ്കെടുത്തുകൊണ്ടാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെല്ല് ദേശീയ നേതൃത്വത്തിൻ്റെ അംഗീകാരത്തോടുകൂടി രൂപീകരിച്ചത്. അഖിലേന്ത്യാ നേതാവ് ഘാട്ടയായിരുന്നു ആ രൂപീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാവ്. സുന്ദരീയ തുടക്കം കുറിച്ചു. സുന്ദരീയ പങ്കെടുക്കാനാവാത്ത സാഹചര്യത്തിൽ ഘാട്ടയെ ചുമതലപ്പെടുത്തി പി കൃഷ്ണപിള്ളയും EMSഉം NC ശേഖറും കെ ദാമോദരനും ഈ 4 പേരും ഘാട്ടയും ചേർന്ന 5 സഖാക്കൾ പങ്കെടുത്തുകൊണ്ട് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെല്ല് രൂപീകരിക്കുകയുണ്ടായി 1937. അന്നത്തെ മലബാർ മേഖലയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സഖാക്കളോടൊപ്പം ചേർന്ന് ട്രേഡ് യൂണിയൻ മേഖലയിലൂടെ ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ സന്ദർഭത്തിൽ അതിനെതിരായിട്ട് വിവിധ മേഖലകളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തിനടുത്ത് തന്നെയുള്ള പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് NC ശേഖർ പൊതുരാഷ്ട്രീയ തലത്തിലേക്ക് വളരുന്നത്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് യുവജന പ്രസ്ഥാനത്തിന് രൂപം നൽകാനും പ്രവർത്തിക്കാനും അദ്ദേഹം മുൻകൈയെടുക്കുകയുണ്ടായി. തുടർന്നാണ് കൃഷ്ണപിള്ളയുമായി ചേർന്ന് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മലബാറിൻ്റെ വിവിധ മേഖലയിൽ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം സംഘടിപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടത്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവെന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിനിടയിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെല്ല് രൂപീകരണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞവരോടൊപ്പം NC ശേഖറും പങ്കെടുക്കുന്നു. സഖാവ് കൃഷ്ണപിള്ള സെക്രട്ടറിയായ ആദ്യത്തെ സെല്ല് അങ്ങനെ രൂപീകരിക്കപ്പെട്ടു. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമുന്നത നേതാവെന്ന നിലയിലും CPMൻ്റെ നേതാവെന്ന നിലയിലും പാർലമെൻ്ററി പ്രവർത്തന രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും മികച്ച സംഭാവന നൽകിയ സഖാവ് NC ശേഖറിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി കൂടിയാണ്
NC ശേഖർ ഫൗണ്ടേഷൻ ഇത്തരമൊരു പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. 19ാമത് പുരസ്കാരമാണ് ഇപ്രാവശ്യം നൽകുന്നത്. പകരം വെക്കാനില്ലാത്ത ചലച്ചിത്ര മഹാപ്രതിഭയാണ് ശ്രീ മധു എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടം മുതൽ നാടകത്തിലൂടെ അദ്ദേഹം അഭിനയ ലോകത്തേക്ക് കടന്നു വരികയുണ്ടായി. ഒരു പ്രത്യേക ശൈലിയുടെ ഉടമയായ മധു വിവിധ ഭാഷകളിൽ, മലയാളം മാത്രമല്ല ഹിന്ദി, തമിഴ് തുടങ്ങിയ മേഖലയിലും ചലച്ചിത്രങ്ങളിൽ അഭിനയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് പി. മാധവൻ നായർ എന്നായിരുന്നു. പി. മാധവൻ നായരാണ് പിന്നീട് മധു എന്ന മഹാനടനായി വളർന്നത്. പത്മശ്രീ പുരസ്കാരം നേടാനും GC ഡാനിയൽ പുരസ്കാരം നേടാനും ഒക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞു. കേന്ദ്ര സംസ്ഥാന ഫിലിം അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ചലച്ചിത്ര രംഗത്തെ ബഹുമുഖ പ്രതിഭ എന്ന നിലയിലാണ് മധുവിനെ നാം അറിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അഭിനേതാവ് എന്ന് മാത്രമല്ല, അദ്ദേഹം സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട, ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട എല്ലാ തലങ്ങളിലും അദ്ദേഹം വ്യക്തിമുദ്ര പതിപ്പിക്കുകയുണ്ടായി. നല്ല പ്രായമായി എങ്കിലും ഊർജ്ജസ്വലതയോടെ ഇപ്പോഴും ദൈനംദിന സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ശ്രീ മധുവിന് NC ശേഖർ ഫൗണ്ടേഷൻ്റെ പുരസ്കാരം നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. വരുന്ന 4-ാം തീയതി ഈ പുരസ്കാരം തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിന് നൽകാനാവണം എന്നാണ് ഞങ്ങൾ കാണുന്നത്. NC ശേഖറിൻ്റെ 38ാമത് ചരമവാർഷിക ദിനാചരണം 2024 ഡിസംബർ 4-ന് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ, മധുവിൻ്റെ വസതിയിൽ വെച്ച് തന്നെ ഈ പുരസ്കാരം സമർപ്പിക്കാം എന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. പ്രഗത്ഭരായ വിവിധ തലങ്ങളിലുള്ള നേതാക്കൾക്ക്, ചിന്തകർക്ക്, അഭിനേതാക്കൾക്ക് ഉൾപ്പെടെ ഞങ്ങൾ ഈ പുരസ്കാരം ഇതിനു മുമ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിവരം ഞാൻ കുറിപ്പായിട്ട് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേര് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പ്രഭാവർമ്മയെ എല്ലാവർക്കും അറിയുന്നതാണ്. പുരസ്കാരം തീരുമാനിച്ചത് ഈ സമിതിയുടെ ചെയർമാനും പ്രഭാവർമ്മയും ഇതിൻ്റെ കൺവീനറായിട്ടുള്ള ഡോക്ടർ VPP മുസ്തഫയും ഇതിൻ്റെ മാനേജിംഗ് ട്രസ്റ്റി ആയിട്ടുള്ള എടയത്ത് രവി, NC ശേഖറിൻ്റെ മകൻ, ഇവരെല്ലാം ചേർന്നുകൊണ്ടാണ് പുരസ്കാര ജേതാവിനെ തീരുമാനിച്ചത്. തീർച്ചയായും വളരെ ശ്രദ്ധേയമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായ, ഇന്ന് ജീവിച്ചിരിക്കുന്ന മഹാനടൻ,
ശ്രീ മധുവിന് അഭിമാനത്തോടു കൂടി തന്നെ NC ശേഖർ സ്മാരക പുരസ്കാരം ഞങ്ങൾ നൽകാൻ തീരുമാനിച്ച വിവരം പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം ഞങ്ങൾ തന്നെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയാനാണ് പറയാം. ചോദിക്കാറുണ്ട്, ചോദിച്ചോ. വലിയ വിവാദമായിരിക്കുന്നു. പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ വലിയ പുസ്തകം DC ബുക്സ് ഇറക്കിയിരിക്കുന്നു എന്നാണ് രാവിലെ വരുന്ന വാർത്തകൾ. എങ്ങനെയാണ് അതിനോട് CPM പ്രതികരിക്കുന്നത്? വാർത്തകൾ വരുന്നതിൻ്റെ ഒപ്പം തന്നെ EP ജയരാജൻ പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ട് കാണും. ജയരാജൻ പറഞ്ഞത് ഞാനിങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നടത്തിയിട്ടില്ല, ഞാനിങ്ങനൊരു ഈ പറഞ്ഞ രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുമില്ല, അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളും എല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇലക്ഷനും മറ്റ് രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പ്രകാശ് കാരാട്ട്, പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല. കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെ പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജയരാജൻ പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം. അല്ല, അത് ജയരാജനോട് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. ജയരാജൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ്, കേൾക്കുകയും ചെയ്തതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനോട് പ്രതികരിച്ചത്. തികച്ചും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഞാനൊരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല, ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് EP ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിന് പറയാൻ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല. എന്നിട്ട് ജയരാജനല്ലേ പറഞ്ഞത്? ജയരാജൻ പറഞ്ഞത് ജയരാജനല്ലേ മനസ്സിലാക്കുക? പരിശോധിക്കണം. ആർക്കായിരിക്കും തടസ്സം? ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജയരാജൻ പറഞ്ഞതല്ലേ? ജയരാജൻ പറയുമ്പോൾ ജയരാജൻ്റെ മുമ്പിൽ എന്താണ് വസ്തുത എന്നുള്ളത് പരിശോധിച്ചോട്ടെ. നമുക്കാകെ പരിശോധിക്കാമല്ലോ. 150-ലധികമൊന്നുമില്ല. അറിയില്ല, നമുക്കെങ്ങനെ പറയാൻ സാധിക്കുക? ഏതോ ആകാശത്ത് കയറി നിന്നിട്ട് ചോദ്യം ചോദിക്കുക, എന്നിട്ട് അതിന് ഉത്തരം പറയാൻ ഞാൻ എന്ത് ബാധ്യത? അതും മാധ്യമത്തിൻ്റെ വേറൊരു ഭാഗമാണ്. DC ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം. ഞങ്ങൾക്കിതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല. പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട്. സഖാവ് ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരമാണ്. ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടല്ല എന്ന് കൃത്യമായിട്ട് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദ്യം ചോദിക്കേണ്ടത് കാര്യമുള്ളത്. ഇപ്പോഴും തന്നെ റിപ്പോർട്ടർ ചാനലിൽ MP ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാ പ്രകടിപ്പിച്ചത്? റിപ്പോർട്ടർ ചാനലാരാ? ഇവിടെ ആരാ പ്രകടിപ്പിച്ചത്? വെറുതെ ഓരോ കാര്യങ്ങൾ എഴുതി അടിച്ചു വിടുകയാണ്. ഇത് എന്നോട് പറയാനേ ഇല്ല. വർത്താനം തന്നെ പറയാൻ പറ്റില്ല. കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ്. സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ്. മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. അത്രയാണ് പാർട്ടിക്കെതിരെയല്ലേ? പാർട്ടിക്കെതിരാണ്.
തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വന്ന പാർട്ടിക്കെതിരെയുള്ള ഗൂഢാലോചനയാണെന്ന് ഇ പി മാഷും പറയുന്നു. അങ്ങനെയാണ് പാർട്ടി അത് ആ രീതിയിൽ പാർട്ടി പരിശോധിക്കുമോ? ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ ഉണ്ടായിരുന്ന കാര്യം? പാർട്ടിക്ക് തന്നെ ഒരു നിയമ നടപടിയെ മുന്നോട്ട് പോയിക്കൂടെ മാഷെ? അതായത് തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. പാർട്ടിക്ക് തന്നെ അതിനകത്ത് നിയമപരമായി മുന്നോട്ട് പോയിക്കൂടെ? ഇ പി ജയരാജനെ മാത്രം ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. ഈ പാർട്ടിക്ക് തിരിച്ചടിയല്ലേ പക്ഷേ ഈ ഒരു തിരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഒരു വാർത്ത വരുന്നത്? അപ്പോൾ അത് പരിശോധിക്കണ്ടേ? എല്ലാറ്റിൻ്റെയും ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു. എല്ലാറ്റിൻ്റെയും ഉത്തരം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ അതിലൊരു പ്രശ്നമൊന്നുമില്ല. മറ്റൊരു നല്ല വായനക്കാരനാണ്. അതായത് നമുക്കറിയാവുന്ന DC ബുക്സ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസാധകരാണ്. അവർ ഒരു 170 പേജുള്ള ഒരു പുസ്തകം, അതിന് മുഴുവൻ വന്നിട്ടുണ്ട്, മുഴുവൻ PDF വന്നിട്ടുണ്ട്. അത് മുഴുവൻ അവർ ഇ പിനെ പോലെ ഒരു മുതിർന്ന നേതാവിന്റെ പേരിൽ ഇത് മുഴുവൻ അവർ തന്നെ തയ്യാറാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അതിലൊരു അനൗചിത്യമില്ലേ? ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ പ്രതീക്ഷിക്കുന്നത് ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് ഞാൻ നിൽക്കുകയാണ്. അതിൻ്റെ അപ്പുറം ഒരു കാര്യവും പറയേണ്ടിയില്ല. പക്ഷേ പുസ്തകം എഴുതി കഴിഞ്ഞിട്ടില്ലെന്നാണ് ഇ പി പറഞ്ഞിരിക്കുന്നത്. പുസ്തകം എഴുതുന്ന കാര്യം പാർട്ടിക്ക് അറിയാം. പാർട്ടിക്ക് അതിനെപ്പറ്റി അറിവുണ്ടോ? ഇപ്പോൾ ആളുകൾ പുസ്തകം എഴുതുന്നതും അതുപോലെ തന്നെ രചന നടത്തുന്നതും ഒക്കെ പാർട്ടിയോട് മുൻകൂർ അനുവാദം വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതിപ്പോ ഈ വാർത്ത ആദ്യം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു പത്രത്തിലാണ്. അത് ഇതേപോലെ സമാനമായി മുഖ്യമന്ത്രിക്കെതിരെയും മുൻപ് ഒരു ദേശീയ മാധ്യമം പത്രം തന്നെ. അപ്പൊ ഇങ്ങനെ ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ നടക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഒരു ദേശീയ മാധ്യമം തന്നെ ഇതിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയെ പ്രസിദ്ധീകരിക്കുന്നു. ഇതിന് മുൻപും സമാനമായ രീതിയിലുള്ള ഉദാഹരണം മലപ്പുറം മുഖ്യമന്ത്രി പരാമർശം അങ്ങനെ ഒരു ഗൂഢാലോചന സംശയിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഇതിന് പിന്നിൽ ദേശീയ തലത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സംശയം പാർട്ടിക്കോ മാഷക്കോ തോന്നുന്നുണ്ടോ? ജയരാജൻ തന്നെ എഴുതിയില്ല എന്നും ജയരാജൻ തന്നെ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തില്ല എന്നും പറഞ്ഞ പശ്ചാത്തലത്തിൽ പിന്നെ വെറുതെ നിങ്ങളുണ്ടാക്കുന്ന മാനസിക ഗൂഢാലോചനക്ക് ഞങ്ങളെന്തിനാ ഉത്തരം പറയാൻ പോകുന്നതും? നിങ്ങൾ തന്നെ ഗൂഢാലോചന പറയുക, നിങ്ങൾ തന്നെ അതിന് അഭിപ്രായം ചോദിക്കുക, എന്നിട്ട് അതിൻ്റെ മറുപടി വാങ്ങുക, എന്നിട്ട് വാർത്ത പ്രസിദ്ധീകരിക്കുക. അത് ഞങ്ങൾക്ക് തീർക്കുക, ഞാൻ തീർക്കില്ല. അത് നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സംശയം തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ജയരാജനോട് ചോദിച്ചാൽ മതി. പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം പറയാത്തതോ അല്ലെങ്കിൽ അത്തരത്തിൽ ഏൽപ്പിക്കാത്തോ ഒരു കാര്യം DC ബുക്സ് പോലെയുള്ള ഒരു കണ്ടന്റായി അത് പുറത്തു വരുമ്പോൾ പാർട്ടി അതിനെ എങ്ങനെയാണ് കാണുന്നത്? നിയമപരമായി കൈകാര്യം ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത്? വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. പാർട്ടിക്കെതിരായ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വേറെ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട ഗൂഢാലോചനയാണല്ലോ പറഞ്ഞത് ജയരാജൻ. അത് വെച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കട്ടെ. അതുപോലെ കേസ് കൊടുക്കുന്നതിനെ പറ്റിയും ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കൊടുക്കട്ടെ. ജയരാജൻ സമ്മേളനത്തിലാണ്. പക്ഷേ ഈ പുസ്തകത്തെ പറയുന്നതിനായി പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യം പറയുന്നത് സരിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ പാർട്ടിക്കകത്ത് ഈ സരിന്റെ സ്ഥാനാർത്ഥിത്വമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? അതായത് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല, ആ മേറ്ററേ ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേറ്ററിൻ്റെ ഓരോ ഭാഗം പിടിച്ചിട്ട് ചർച്ചക്കൊന്നും ഞാൻ പാർട്ടി നേതാവ് അല്ലെങ്കിൽ പാർട്ടി നേതാവ് ഒരു പുസ്തകം എഴുതുമ്പോൾ പാർട്ടി അറിയിക്കേണ്ടതില്ല. പാർട്ടി നേതാവ് പുസ്തകം എഴുതുന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒന്നും അന്വേഷിക്കേണ്ടതില്ല. എന്നാൽ അങ്ങനെ ചോദിക്കുക. പ്രസിദ്ധീകരിക്കുന്നതിനെ സംബന്ധിച്ച് പാർട്ടി ആയിട്ട് ആലോചിക്കേണ്ടിയുണ്ട്. ഇല്ലില്ല, അത് കാരണം എഴുതി പൂർത്തിയാക്കിയില്ലല്ലോ ചേരെ. നിങ്ങൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവും? അത് അല്ല, ജയരാജൻ തന്നെ പറഞ്ഞല്ലോ അത് ശരിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ അകത്ത് ജയരാജൻ പറയുന്നതാണ് ഞങ്ങൾ മുഖവിലക്കെടുക്കുന്നത്. മറ്റു പാർട്ടിൻ്റെ കാര്യം ഇത് ചർച്ച ചെയ്തു ഇതുവരെ. ഇന്ന് രാവിലെ വന്നത് ഉടനെ തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സെക്രട്ടറിയും ചർച്ച ചെയ്യുക. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. എഴുതി പൂർത്തീകരിച്ചിട്ടില്ല എന്നും എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ജയരാജൻ എന്ന് പറഞ്ഞത്. ഞാൻ കേട്ടതല്ലേ, പിന്നെ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കാൻ പുറപ്പെടുന്നു. ആയിക്കോട്ടെ, ഉടനൊക്കെ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉടനെ പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൂർത്തിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതെ, ഒന്നുള്ളൂ, ഇന്ന് 2 ദിവസം കൊണ്ട് പൂർത്തീകരിച്ചൂടെ? എന്താ ഇത്ര സമയം പറയുന്നുണ്ട്? എഴുതി പൂർത്തീകരിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് പ്രസിദ്ധീകരിക്കാനോ? നിങ്ങളെല്ലാം കൂടി ചേർന്ന് ഈ പാർട്ടിക്കെതിരായിട്ട് നടത്തുന്ന ഒരു ഗൂഢാലോചനയുടെ ഒരു ഭാഗമാണിത്.
അതാണ് പ്രകാശ് കാരാട്ട് പറഞ്ഞത്. പോരെ? DC ബുക്കിന്റെ ഭാഗത്തുനിന്നാണ് ഏത് ബുക്കിൻ്റെ ഭാഗത്തായ DC ബുക്കാണോ വേറെ ഏതെങ്കിലും ബുക്കാണോ ഞാൻ പറയുന്നില്ല. ഏത് ബുക്സിൻ്റെ ഭാഗമായിട്ടും അവർ ഒരു മാർക്കറ്റ് സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഈ ഒരു അത് ഉപയോഗിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഒരു സുപ്രധാന തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ഇങ്ങനെ ഒരു വാർത്ത വരുന്നു. അപ്പോൾ അത് പാർട്ടി അതിന് ഗൗരവത്തോടെ കാണുന്നില്ല, വളരെ ലാഭത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കാണുന്നത്. ഇതിനെ കോൺഗ്രസും BJP ഒക്കെ വലിയ രീതിയിൽ ആയുധമാക്കി ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പിന്റെ അത് ഏത് ആയുധമാക്കി ഉപയോഗിക്കാത്തത്? പാർട്ടിക്കെതിരെ കിട്ടുന്ന എല്ലാ ഇതേവരെ പാർട്ടിക്ക് എതിരായിട്ട് ഉപയോഗിച്ചതെല്ലാം വലിയ ഗൗരവം ഉണ്ടായിട്ടാണ്. ഹിമാരിയുടെ തന്നെയാണ് ഉപയോഗിക്കല്. ഇത് ഉപതെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുന്നതാണ് പാർട്ടി? എങ്ങനെയും പ്രതികരിക്കില്ല, തിരിച്ചടി ഉണ്ടാവില്ല. ഒരു തിരിച്ചടി ഉണ്ടാവില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വേളകളെല്ലാം തന്നെ ഇത്തരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദം ഉണ്ടായത് മാത്രം ശ്രദ്ധയിലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വിവാദം ഉണ്ടാകുന്നത് നിരന്തരമായി ഇങ്ങനൊരു വിവാദത്തിലേക്ക് വലിച്ചെടുക്കുന്നതിൽ എന്തെങ്കിലും EPക്കെതിരായ ഒരു ഗൂഢാലോചനയാണോ നടക്കുന്നത്? ഒരു സംശയം ജനിപ്പിക്കുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി വരുമ്പോൾ സ്വാഭാവികമായി. പക്ഷേ ഈ വിഷയം പാർട്ടി പരിശോധിക്കും. ഞങ്ങൾ ഏത് വിഷയമാണ് പരിശോധിക്കാറ്? ഇതും പരിശോധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഉത്തരവാദിത്വം. പാർട്ടി ഏതെങ്കിലും തരത്തിൽ നിയമ നടപടിയിലേക്ക് പോകുമോ? പക്ഷേ അതായത് വലിയ രീതിയിൽ പാർട്ടി അടക്കം പ്രതിനിധിയാക്കുന്നതാണ് ഒരു നിയമം. പാർട്ടിക്ക് തന്നെ ഇതിനകത്ത് സ്വീകരിക്കാവുന്നതല്ലേ? കാരണം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തിനെതിരെ ഒട്ടും അടിസ്ഥാനരഹിതമായി അദ്ദേഹം തന്നെ പറഞ്ഞു. അപ്പോൾ മാഷുടെ വാക്കുകൾ അത് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ പാർട്ടിക്ക് തന്നെ അതിനകത്തൊരു നിയമ നടപടിക്ക് പോയിക്കൂടെ? കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോണെന്നാണോ നിങ്ങളുടെ അഭിപ്രായം? അല്ല, അത് ചെയ്യാവുന്ന അല്ല, അഭിപ്രായം അതേ ചെയ്യും. അതെ അല്ലേ, നമുക്ക് പരിഗണിക്കാം അപ്പോൾ സ്വീകരിക്കും, നിയമ നടപടി സ്വീകരിക്കും എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. പരിഗണിക്കാമെന്നാണ് പറഞ്ഞത്. സ്വീകരിക്കുമോ സ്വീകരിക്കുമെന്നല്ല ചോദിച്ചു, പരിഗണിക്കുമെന്ന് ചോദിച്ചു. സ്വീകരിക്കാൻ പറ്റുമോ? നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുമോ? അതെ, പരിശോധിക്കാം. ഈ EPനെ സംബന്ധിച്ചിടത്തോളം ഓരോ വോട്ടെടുപ്പത്തിനും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വിവാദമാണ്. അപ്പോൾ അതിലെന്താണ് മാഷിന് പറയാനുള്ളത്? ആകെ ഒരു തെരഞ്ഞെടുപ്പിന് മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ല, ഇത് മറ്റ് വാർത്തകൾ കൊണ്ടുവന്നെയാണ്. ഇത് വാർത്തകളല്ല, പ്രസാധക ചെയ്യുന്ന ആളുകൾ തന്നെയാണ് DC ബുക്സ് തന്നെയാണ് പറഞ്ഞത്. മാധ്യമങ്ങൾ അതെ, അതൊക്കെ ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. നിയമപരമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതിനെപ്പറ്റി വേറെ സ്വീകരിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാലും DC ബുക്സിന്റെ ഏറ്റവും ആവനാഴിയിലുള്ള എല്ലാ അസ്ത്രവും കഴിഞ്ഞോ? അല്ല അല്ല, ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. DC ബുക്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതിയാക്കാന്ന് വെച്ചിട്ട്. ഇതിന്റെ ആ പ്രസിദ്ധീകരണം അല്ല പബ്ലിഷ് ചെയ്യുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു. പക്ഷേ അതിന്റെ കണ്ടന്റ് അത് തന്നെയാണ് എന്നൊരു നിലപാട് DC ബുക്സ് എടുത്തിട്ടുണ്ട്. എന്തായാലും അവരവരുടെ നിലപാട് അതെല്ലാം കേസിൻ്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യേണ്ട പ്രശ്നം. പക്ഷേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ദിവസമാണ് അത് നേരത്തെ ചോദിച്ച ചോദ്യമാണ്. പുതിയ ചോദ്യം ചോദിക്കും നിങ്ങൾ. കൂടിക്കാഴ്ച നടത്തിയെന്ന് പറയുന്നു. പുതിയ കാര്യം നിങ്ങളുണ്ടെങ്കിൽ ചോദിക്കും. ശേഷം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കുന്നു. അപ്പോൾ വീണ്ടും അദ്ദേഹം ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഒരു വിവാദം പുറത്തുവിട്ടു. അപ്പോൾ പാർട്ടി അദ്ദേഹം പറഞ്ഞില്ലേ എന്ന് അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചർച്ച നടത്തുന്ന വല്ല കാര്യമുണ്ടോ എന്ന്? അദ്ദേഹത്തിന്റെ അനുമതി അല്ലാതെ അല്ലാതെ വ്യക്തമായി നടക്കുമ്പോൾ ഗൗരവത്തോടുകൂടി കാണുന്ന വിഷയം തെരഞ്ഞെടുപ്പ് ദിവസമായി നിങ്ങൾക്ക് എങ്ങനെയും കാണാം. ഞങ്ങൾ കണ്ടത് ഇത്രയേ ഉള്ളൂ. ജയരാജൻ അറിയാതെ ജയരാജനുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത വന്നതിൽ അതിശക്തിയായിട്ട് പ്രതികരിക്കുകയും അതിന് നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ജയരാജൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് പാർട്ടി ഇപ്പോൾ നിൽക്കുന്നത്. പാർട്ടിക്ക് അതേ നിലപാട്. നിങ്ങൾ ഓരോരുത്തർ പറയുന്ന ഓരോ വാക്കിനും മറുപടി പറയാനൊന്നും എനിക്ക് ബാധ്യതയില്ല കേട്ടോ. നിങ്ങൾ 4 പ്രാവശ്യമായി ചോദ്യം ചോദിക്കുന്നു. 4 പ്രാവശ്യം ചോദിച്ച ഒരേ ചോദ്യമാണ്. അതിന് പക്ഷേ പല രീതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ അസാധാരണ വിധം ഇത്തരത്തിലൊരു കണ്ടന്റ് EP ജയരാജൻ ഒരു ആത്മകഥ അത് വലിയ രീതിയാവും. പക്ഷെ അതിൽ EP തന്നെ നടപടി സ്വീകരിക്കും എന്ന് പറയുന്നതാണ്. അതിൽ പാർട്ടി ആ രീതിയിൽ പിന്നെ ജയരാജൻ എഴുതിയ പുസ്തകത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആരാണ് നടപടി സ്വീകരിക്കുക? ഇത് പിന്നെ ജയരാജൻ എഴുതിയിട്ട് ഒരു പുസ്തകം സംബന്ധിച്ചിടത്തോളം ജയരാജൻ അല്ലാണ്ട് വേറെ നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ലല്ലോ ഇത്. ബാക്കി പാർട്ടിയെ ആകെ ബാധിക്കുന്ന കാര്യം ഞങ്ങൾ പാർട്ടി എന്ന രീതിയിൽ ആലോചിച്ചോളാം. അത് പറയാം. നിങ്ങൾ അതിൻ്റെ ആവശ്യമില്ലാത്ത രീതിയിലുള്ള ചർച്ചയിലേക്ക് പോകേണ്ടിയില്ല. ഇതിപ്പം ഒരു പുസ്തക പ്രസാധനവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിക്കും ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ കൈകാര്യം. നല്ല രീതിയിൽ ജയിക്കും ചേലക്കര.
വിവാദങ്ങളും ഈ പ്രശ്നങ്ങളും വിവാദങ്ങൾ നിങ്ങളുണ്ടാക്കാൻ പുറപ്പെട്ട വിവാദത്തിന് എന്തെങ്കിലും കാര്യം എപ്പോഴെങ്കിലും ഞങ്ങൾ ഗൗനിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരുപാട് ഗൗരവകരമായ നിങ്ങൾ തന്നെയല്ലേ എന്നെപ്പറ്റി ഇപ്പം പറഞ്ഞത്. അമ്മാതിരി വാർത്താ ശൃംഖലകൾ സൃഷ്ടിക്കുന്നത് നിങ്ങളോടെല്ലാം വേറെ എന്ത് പറയാനാണ്? അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും പിന്നെ ഭയങ്കരമായ പ്രതിഷേധത്തിലാണെന്ന് നിങ്ങളല്ലേ പറഞ്ഞത്, അല്ലേ? ഈ പുസ്തകത്തിൽ പറയുന്നത് ഞാൻ ഇതിനകത്ത് കണ്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെ ചാനലിൽ വന്നപ്പോഴും അങ്ങനെ ഒരു ആ വാർത്ത ചാനലിൽ തന്നെ കണ്ടിട്ടുണ്ട്. അത് ആ ചാനലിലേ വന്നിട്ടുള്ളൂ, വേറെ ചാനലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നമുക്ക് പരിശോധിക്കാം. എന്ത് പരിശോധിക്കാൻ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്ത് പരിശോധിക്കാനാണ്? പ്രാഥമികമായി ബന്ധപ്പെട്ടപ്പോ നീ ഒന്നും പരിശോധിക്കാനില്ല. നിങ്ങൾക്കൊന്നും അതിലൊന്നും ഒന്നും പരിശോധിക്കാനില്ല. നിങ്ങൾ ബോധപൂർവ്വം ഇങ്ങനെയുള്ള കള്ളത്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കള്ളത്തരം പ്രചരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ മാധ്യമ ശൃംഖലയാണ് കേരളത്തിലുള്ളതെന്ന് നിങ്ങളോട് തന്നെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. അതിൽ പിന്നെ ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങളത് വേറെ പരിശോധിക്കുന്നുള്ളത് എനിക്കറിയാം. എന്താ പരിശോധന ഞങ്ങൾ നടത്തുവന്നു കേട്ടോ. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്നത് EP LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ അസംതൃപ്തി ഉണ്ടായിരുന്നു എന്ന് പുസ്തകത്തിൽ പറയുന്നു. അങ്ങനെ എന്തെങ്കിലും അസംതൃപ്തി പുസ്തകത്തെ തള്ളി പറഞ്ഞാൽ പിന്നെ പുസ്തകത്തെ പറ്റി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ചർച്ച ഇനി അഥവാ പറഞ്ഞാൽ തന്നെ നിങ്ങളോട് പറയുമോ? ഞാൻ ഇല്ല, പറയില്ല. രണ്ടാം പിണറായി സർക്കാർ പോരെന്നാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ആ പുസ്തകത്തെ പറ്റിയുള്ള ചർച്ചയില്ല. ഓ നല്ല ബലം, നല്ല ആളെന്നെ. ആ ബലം കൊടുക്കാൻ കഴിവുള്ള ഒരാളെന്നെ. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എപ്പാന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ മനസ്സിലായില്ലേ? ഒരു തെരഞ്ഞെടുപ്പ് ദിവസം ഈ കാലഘട്ടത്തില് ആറാമത്തെ ചോദ്യമാണ്. ഒന്നിക്കൽ കണ്ടന്റുള്ള ചോദ്യം ചോദിക്കണം, ഇല്ലെങ്കിൽ വെറുതെ പറഞ്ഞോടെ ചോദിക്കില്ല. പാർട്ടി എന്ന രീതിയിൽ പോലീസിലോ അല്ലെങ്കിൽ നിയമപരമായ നടപടികളിലേക്ക് അത് നേരത്തെ പറഞ്ഞാണ്. പുതിയ ചോദ്യം ചോദിക്കും. കൃത്യമായ രീതിയിൽ ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യം തരാതെ ഞാനാ ഉത്തരവാദി. കൃത്യമായ മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ആ വ്യക്തത ഏത് ഭാഗത്താണ് വ്യക്തത കുറവ്? അല്ല, ഏതാ ആ വ്യക്തത കുറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പുസ്തകവുമായി നല്ല വ്യക്തതയ്ക്ക് വേണ്ടി പറയാം. ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന വാർത്തയുമായി അത് എഴുതി എന്ന് അവർ അവകാശപ്പെടുന്ന EP ജയരാജൻ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ എഴുതിയതല്ല ഇത് എന്നും ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞതല്ല എന്നും ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് പൂർത്തിയായിട്ടില്ല എന്നും ഒരു പ്രസാധകനും ഞാനത് നൽകിയിട്ടില്ല എന്നും തെറ്റായ രീതിയിലുള്ള എല്ലാറ്റിനും നിയമ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു കഴിഞ്ഞതിൻ്റെ അപ്പുറത്ത് എന്ത് വ്യക്തതയാണ് വേണ്ടേ? ഞാൻ വെറുതെ ആവശ്യമില്ലാണ്ട് ചോദിക്കില്ല വേണ്ട. എന്ത് വ്യക്തതയാണ് ഇതിൻ്റെ അപ്പുറം വേണ്ടത്? അതായത് അതിനകത്ത് CPIഎമ്മിന്റെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ആയ EP ജയരാജൻ നിയമ നടപടി സ്വീകരിക്കും. പക്ഷെ അതിൽ പാർട്ടി ഏതെങ്കിലും തരത്തിൽ പാർട്ടിക്ക് ഇതിനകത്ത് ഒരു ദോഷം സ്വാഭാവിക ഇലക്ഷൻ എടുക്കുന്ന ഒരു ഘട്ടത്തിലുണ്ടാവും. ഇലക്ഷൻ അടുത്തില്ല, ഇന്നലെ ഇലക്ഷൻ അതായത് ഇനിയിപ്പോ പാലക്കാടും സ്വാഭാവികമായും പാർട്ടി അതിനകത്തൊരു നിയമ നടപടി സ്വീകരിക്കും. EP ജയരാജന് പുറമെ CPIഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് EP ജയരാജൻ. അപ്പൊ പാർട്ടി അതിനകത്തൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. പാർട്ടിക്കെതിരെയും ഈ ഗൂഢാലോചന ഉണ്ട് എന്ന് പറയുമ്പോൾ അത് പാർട്ടിക്കെതിരെയും കൂടി ആയിരിക്കുമല്ലോ. അത് നിങ്ങൾ എപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ കോടതി പോകേണ്ടി വരും. കാരണം നിങ്ങൾ എല്ലാ ദിവസവും ഞങ്ങൾക്കെതിരെ ഗൂഢാലോചനയും വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഏത് ദിവസമാണ് ഒഴിവുള്ളത്? അല്ലല്ല, ഞാൻ ഇവിടെ വേറെ പറഞ്ഞു. പിന്നെ എല്ലാ ദിവസവും പാർട്ടിക്ക് കോടതി കൊണ്ടേ പണിയാ. സ്വീകരിച്ച നിയമ നടപടി മാത്രമാണ് ഇപ്പോൾ മുന്നോട്ട് പോവുക. പാർട്ടി അതിനകത്ത് EPക്കൊപ്പം നിൽക്കും. ശരി, വേറെ നിങ്ങൾ ചോദിക്കാണ്ട് ചോദിക്കും. ഇല്ല മതിയാക്കാം. ആ രാഷ്ട്രീയ ഗൂഢാലോചനയോട് BP പറയുന്നുണ്ട്. അങ്ങനെയാണ് ആ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരട്ടെ. വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് പൊളിറ്റിക്കലാണ്, അത് വ്യക്തിപരമല്ലല്ലോ. അത് രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു വരേണ്ട പ്രശ്നം. അത് ഇതൊക്കെ പുറത്തു വരും. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഗൂഢാലോചനയാണെന്നാണ് ഞാൻ പറയേണ്ടത്. ഞാനിപ്പോൾ ഒരാളെയും സംശയിക്കുന്നില്ല. ജയരാജൻ പറഞ്ഞ സ്ഥലത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. പാർട്ടിയുടെ രീതിയിൽ മുന്നോട്ടേക്ക് പോകില്ലേ? ഇങ്ങനെയുള്ള എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖിച്ചുകൊണ്ടല്ലേ പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നും വരുമ്പോഴും പാർട്ടി പ്രതിസന്ധിയിലാണ് പ്രതിസന്ധി. അങ്ങനെയാണെങ്കിൽ എത്ര കൊല്ലം മുമ്പേ പാർട്ടി ഇല്ലാണ്ടാവണം. നിങ്ങൾ പറഞ്ഞ ഭാഷ അനുസരിച്ച് പ്രതിസന്ധി ആണെങ്കിൽ
പാർട്ടി ഇപ്പോഴും നിലനിന്ന് മുന്നോട്ടേക്ക് പോകുന്നുണ്ടല്ലോ. അപ്പോൾ അത് അതിജീവിക്കാനുള്ള കഴിവ് കൂടി ചേർന്നുകൊണ്ടാണ് പാർട്ടി. നിയമ പോരാട്ടത്തിൽ ഇ പി ജയരാജന് എല്ലാ പിന്തുണയും പാർട്ടി ഈ വിഷയത്തിൽ അല്ലേ? ഞാൻ ഒരു പക്ഷേ ഇപിയുടെ ആത്മഹത്യക്ക് ഈ കട്ടൻ ചായയും കൈക്കൂടുള്ള പേരിടുന്നത് തോന്നുന്നുണ്ടോ? ആ പേര് ഞാൻ ഇട്ടിട്ടേ ഇല്ല എന്നാണ് ജയരാജൻ പറയുന്നത്. അങ്ങനെ ഒരു പേരേ ഞാൻ ഇട്ടിട്ടില്ല എന്ന് ജയരാജൻ പറഞ്ഞിരിക്കുകയാണ്. യെസ്, എൻ്റെ ചോദ്യം മുഴുവൻ കേട്ടിട്ട് അവസാനിപ്പിക്കാൻ വെച്ചിട്ടാണ്. ഇല്ല, നേരത്തെ അവസാനിപ്പിക്കേണ്ടായിരുന്നു.